ഇപ്പോൾ ലോറി കണ്ടെത്തിയെന്ന് കർണാടക സർക്കാർ ഔദ്യോഗികമായി അറിയിക്കണം. അതായത് നാവികസേന നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം കർണാടക സർക്കാരിൽ നിന്ന് ഇങ്ങനെ ഔദ്യോഗികപരമായ ഒരു വിവരം വരുന്നത്. ലോറി ലൊക്കേറ്റ് ചെയ്ത് പുഴയിൽ തന്നെ ആണ് ലോറി എന്നതാണ്. അശുചിത്ത് വിവരങ്ങളുമായിട്ട് അശുചിത്ത്, നേരത്തെ പലരും കർണാടകയും കൃത്യമായി പറഞ്ഞാണ് ഈ നദിയിലായിരിക്കുമെന്ന്. ഇപ്പോൾ അവസാനം നദിയിൽ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അല്ലേ? ദിവിഷ്, തീർച്ചയായും ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ഈ പലതരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നതെങ്കിൽ കർണാടക സർക്കാർ തന്നെ ഔദ്യോഗികമായി ലോറി കണ്ടെത്തി എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവിടുന്നത്. കർണാടക മന്ത്രി കൃഷ്ണ ബൈര ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് ലോറി എന്ന് സ്ഥിരീകരിക്കാവുന്ന സിഗ്നൽ തന്നെയാണ് കിട്ടിയത്. ഈ ലോറി തന്നെയാണ് ഈ സിഗ്നലുകളിൽ ഒന്ന്, നേവി പുറത്തുവിട്ട 2 പോയിന്റുകളിൽ ഒന്നിൽ ലോറി തന്നെയാണ് എന്നതാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഔദ്യോഗിക തന്നെ അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷമാണിത്. ഈ 9 ദിവസം നീണ്ട കാത്തിരിപ്പിന് അല്ലെങ്കിൽ 9 ദിവസം നീണ്ട തിരച്ചിലിന് ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ നേവി പുറത്തുവിട്ട സോണാർ സിഗ്നലുകൾ ലഭിച്ച 2-ൽ 1 ലോറി തന്നെ എന്നതാണ് ഇപ്പോൾ കർണാടക സർക്കാരും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. കർണാടക മന്ത്രിയാണ് ഇപ്പോൾ ഈ വിവരം പുറത്തുവിട്ടിട്ടുള്ളത്. ഉടൻ തന്നെ നേവിയുടെ സ്കൂബ സംഘം ആ സ്ഥലത്ത് എത്തി ഈ 2 സിഗ്നലിൽ കിട്ടിയ 2 പോയിന്റുകൾ കേന്ദ്രീകരിച്ച് മുങ്ങൽ വിദഗ്ധരുടെ പരിശോധന ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഇപ്പോൾ അവിടെ നിന്ന് ഔദ്യോഗികമായി പുറത്തുവരുന്നു വിവരങ്ങൾ. അശ്വിത്, ഇപ്പോ ഈ നേരത്തെ ബിനിൽ കൃത്യമായി വിശദീകരിച്ചാണ്. ഒപ്പം തന്നെ ആരെയും കാര്യങ്ങൾ പറഞ്ഞു. ഈ നാവികസേന എത്രത്തോളം ശാസ്ത്രീയമായിട്ടാണ് ഈ വിവരങ്ങൾ തേടിയിരിക്കുന്നത്, അതിന്റെ കൃത്യമായ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ തന്നെ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പരിശോധനകളിലേക്ക് പോയത്. അതാകാം ഇപ്പം അല്പ നിമിഷം മുമ്പ് ട്രക്ക് തന്നെ ആണ് എന്ന് ഉറപ്പിക്കുക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തീരുമാനം വരുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 43 ടണ്ണോളം ഭാരമുള്ള വാഹനമാണ്. അത് ഉയർത്തിക്കൊണ്ടുവരിക ഏറെ എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെ താഴ്ചയിലായിരിക്കും. എങ്ങനെയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നതായിട്ട് എന്തെങ്കിലും സൂചന കർണാടക സർക്കാർ നൽകിയോ? ഇന്ന് തന്നെ അതിനുള്ള സാധ്യതകളുണ്ടോ? കാരണം ഇപ്പോൾ തന്നെ സമയം 4:30 അടുക്കുകയാണല്ലോ. ദിവിഷ്, തീർച്ചയായും ഇന്ന് രാത്രിയിൽ ഉടനീളം തിരച്ചിലുണ്ടാകുമെന്ന് ആ സ്ഥലത്തുള്ള MLA തന്നെ ഔദ്യോഗികം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച് ഒരു പരിപൂർണമായ ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നതാണ് ഇപ്പോൾ കർണാടക സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ പുതിയ പശ്ചാത്തലത്തിൽ, അതായത് ഈ സിഗ്നലിൽ കിട്ടുകയും അവിടെ സ്പെസിഫിക്കായി അല്ലെങ്കിൽ ആ സ്ഥലത്ത് കൃത്യമായി തിരച്ചിൽ തുടങ്ങുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അത് ഏത് തരത്തിലായിരിക്കും, ഇനി ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചായിരിക്കും, ഏതൊക്കെ സംഘങ്ങൾ ഉപയോഗിച്ചായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധർ അടങ്ങുന്ന വിദഗ്ധ സംഘം, സ്കൂബ സംഘം ആ സ്ഥലത്ത് ഉടനെത്തി തിരച്ചിൽ തുടങ്ങും എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ദിവിഷ്, വളരെ സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ ഷിരൂരിൽ നിന്ന് വരുന്നത്. അർജുൻ്റേതെന്ന് കരുതുന്ന ലോറി അത് കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് കർണാടക സർക്കാർ തന്നെ, കർണാടക മന്ത്രി തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. നേരത്തെ നാവികസേന കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ കൃത്യമായി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടത്തിയത്. ഇപ്പോൾ ആ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരം തന്നെയാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇനി ആ വാഹനം പുറത്തെടുക്കാനുള്ള ജോലികളിലേക്ക് കടക്കും. പക്ഷേ അത് അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. കാരണം അത്രയേറെ വീതിയുള്ള പുഴയാണ്, അത്രയേറെ ആഴമുണ്ട്, അത്രയേറെ അടിയൊഴുക്കുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം ഈ 40-ലേറെ ടൺ ഭാരമുള്ള വാഹനം ഉയർത്തിക്കൊണ്ടുവരേണ്ടത്.